ദിവസമായി 5 വയസ്സുകാരൻ നിതീഷിന് ചുമ വിട്ടുമാറുന്നില്ല. അതിന്റെ ഒടുവിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഡോക്ടർ താരാചന്ദ് യോഗിയെ കണ്ട് നിതീഷിന് മാതാപിതാക്കൾ മരുന്ന് വാങ്ങി. ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്ന് ഫലിക്കുമെന്നും അവൻ വീണ്ടും പഴയതുപോലെ ആരോഗ്യവാനാകും എന്നുമായിരുന്നു മാതാപിതാക്കളുടെ പ്രതീക്ഷ. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്തതാണ് തുടർന്ന് സംഭവിച്ചത്. സിറപ്പ് കഴിച്ചതിന് ശേഷം നിതീഷിന് വയറുവേദന അനുഭവപ്പെട്ടു. പിന്നീടത് ഛർദിയായി. വയറുവേദനയും ഛർദിയും മൂലം കുട്ടി തളർന്നപ്പോൾ ക്ഷീണം കാരണമാണെന്നേ മാതാപിതാക്കൾ കരുതിയുള്ളൂ. എന്നാൽ കുട്ടി പതുക്കെ മയക്കത്തിലേക്ക് വീണു. തെല്ലും വൈകാതെ അവന്റെ ശരീരം വീർത്തു വന്നു. മൂത്രമൊഴിക്കാൻ പോലും കഴിയാതെ കുട്ടി വിഷമിച്ചു. ഒടുവിൽ അവനെയും വാരിയെടുത്ത് നിലവിളിയോടെ മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് ഓടി. ആശുപത്രിയിൽ എത്തിച്ച നിതീഷ് വൈകാതെ മരണമടഞ്ഞു. എന്ത് കാരണം കൊണ്ടാണ് മകൻ മരിച്ചത് എന്നറിയാതെ മാതാപിതാക്കൾ വാവിട്ട് കരഞ്ഞു. ചുമയല്ലാതെ നിതീഷിന് മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിതീഷിന്റെ ജീവനറ്റ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് മാതാപിതാക്കൾ കരയുന്നത് കണ്ടു നിന്നപ്പോഴാണ് 2 ആഴ്ച മുൻപ് ചുമ പിടിച്ച് തന്റെ 2 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ സമ്രാട്ട് ജാദവ് മരിച്ച കാര്യം അവന്റെ അച്ഛന് ഓർമ്മ വന്നത്. 2 മരണങ്ങൾക്കും തമ്മിൽ എവിടെയോ സാമ്യമുണ്ട് എന്ന് വൈകാതെ ആ അച്ഛന്മാർ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് ഒരു തുടക്കമായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ചുമമരുന്ന് കഴിച്ച് രാജസ്ഥാനിൽ മാത്രമല്ല മധ്യപ്രദേശിലും കുട്ടികൾ മരിച്ചു തുടങ്ങിയിരുന്നു. 2 സംസ്ഥാനങ്ങളിലുമായി നിലവിൽ 20 കുട്ടികളാണ് മരിച്ചു വീണത്. അതും 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ. ചുമമരുന്ന് കഴിച്ചതിനെ തുടർന്ന് കിഡ്നി ഫെയിലിയർ ആയുള്ള മരണങ്ങളായിരുന്നു ഇവയെല്ലാം. ഇത്രയും കുട്ടികൾ ഒറ്റയടിക്ക് എങ്ങനെ മരിച്ചുവെന്ന് കണ്ടെത്താൻ തുടക്കത്തിൽ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഗുരുതരമായ വൃക്കരോഗ ലക്ഷണങ്ങളായിരുന്നു എല്ലാ കുട്ടികളുടെയും മരണത്തിന് വഴിതെളിച്ചത്. കുടിവെള്ളം മുതൽക്കുള്ള പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് ചുമമരുന്ന് കഴിച്ച് വൃക്കകൾ തകരാറിലായതാണ് ഈ കുരുന്നുകളെല്ലാം മരിക്കാൻ ഇടയായത് എന്ന നടുക്കുന്ന സത്യം പുറത്തു വരുന്നത്. ആരോഗ്യം വീണ്ടെടുക്കാൻ മരുന്ന് കഴിച്ച് ഒടുവിൽ ജീവൻ നഷ്ടമായ കുരുന്നുകൾ കഴിഞ്ഞ കുറെ ആഴ്ചകളിലെ വേദനിപ്പിക്കുന്ന പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു അത്. വിടരും മുൻപ് കൊഴിഞ്ഞുപോയ ആ പൂമൊട്ടുകൾക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചും അവരുടെ മാതാപിതാക്കളുടെ തോരാക്കണ്ണീരിന് ശമനമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും നമുക്ക് ഇന്നത്തെ ഈ പ്രധാന വാർത്തയിലേക്ക് കടക്കാം. രാജസ്ഥാനിലെ കഥയാണ് തുടക്കത്തിൽ പറഞ്ഞത് എങ്കിൽ സമാനമായ സംഭവം തന്നെയാണ് മധ്യപ്രദേശിലും അരങ്ങേറിയത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ ന്യൂ ഹെൽത്ത് സിറ്റി ആശുപത്രി കിടക്കയിൽ കിടന്ന് നഴ്സറി വിദ്യാർത്ഥിയായ ഉസൈദ് അവസാനമായി പറഞ്ഞത് തന്നെ നഴ്സറിയിൽ പഠിച്ച ഒരു പാട്ടിലെ വരികളായിരുന്നു. അനാർ കാമീത്ത ധാന എന്നിങ്ങനെ. പിന്നീട് അവൻ പതുക്കെ അബോധാവസ്ഥയിലേക്ക് വീണുപോയി. ഉസൈദിന് 3 തവണ ഡയാലിസിസ് ചെയ്തുവെങ്കിലും പ്രയോജനമുണ്ടായില്ല. 2025 സെപ്റ്റംബർ 13 ഉസൈദ് മരിച്ചു. ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒക്ടോബർ 10 അവന്റെ 4ാം പിറന്നാൾ ആയിരുന്നു. കഫ് സിറപ്പ് കഴിച്ച് മരണമടഞ്ഞ ഋഷിക എന്ന 5 വയസ്സുകാരിയുടെ അച്ഛൻ മകളുടെ അവസാന ദിനങ്ങളെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ഓഗസ്റ്റ് 25 ഋഷികയ്ക്ക് പനി പിടിച്ചു. ഡോക്ടർ താക്കൂർ ചുമയ്ക്ക് 5 മില്ലി സിറപ്പ് നൽകി. ആദ്യ ഡോസ് കഴിച്ചപ്പോൾ തന്നെ അവൾ പച്ച നിറത്തിൽ ഛർദ്ദിക്കാൻ തുടങ്ങി. രാത്രി മുഴുവൻ വയറുവേദനയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞു. നേരം പുലർന്നപ്പോഴേക്കും സംസാരിക്കാൻ കഴിയാതെയായി. അവൾ ആരെയും തിരിച്ചറിഞ്ഞുമില്ല. വേഗം തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. മൂത്രമൊഴിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഋഷികയ്ക്ക്. ക്രിയാറ്റിന്റെ അളവ് വളരെ ഉയർന്നിരുന്നു. അതുകൊണ്ട് 9 തവണ ഡയാലിസിസ് ചെയ്തു. 5 ദിവസം വരെ വെന്റിലേറ്ററിൽ കിടത്തി. പക്ഷേ ഒന്നും ഗുണം ചെയ്തില്ല. അതെ, സെപ്റ്റംബർ 16 ഋഷിക പ്രിയപ്പെട്ടവരുടെ നെഞ്ചിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് അവശേഷിപ്പിച്ച് ഈ ലോകത്തു നിന്നും കടന്നുപോയി. സെപ്റ്റംബർ 2 മധ്യപ്രദേശിൽ നിന്ന് കഫ് സിറപ്പ് മൂലമുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 4, 7, 9 തീയതികളിൽ കൂടുതൽ കുട്ടികളുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പക്ഷേ അധികാരികൾക്ക് ആ സമയത്തും അതേക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പല കുട്ടികളും മരിച്ചത് സ്വകാര്യ ആശുപത്രികളിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് പ്രാദേശിക ആരോഗ്യ വകുപ്പിന് ആ മരണങ്ങളെ കുറിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. സെപ്റ്റംബർ 16 5 കുട്ടികൾ മരിച്ചതിന് ശേഷമാണ് നാഗ്പൂരിലെ ആരോഗ്യ അധികൃതർ ഇത് സംബന്ധിച്ച് ഡോക്ടേഴ്സിന് നിർദ്ദേശം നൽകിയത്. അതോടെയാണ് കുട്ടികൾ വൃക്കരോഗം മൂലം മരിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നതും അതിന്റെ കാരണം തേടിയുള്ള അന്വേഷണം ആരംഭിച്ചതും. അണുബാധ മൂലമുള്ള മരണമാണ് ഇത് എന്ന് മനസ്സിലായതുകൊണ്ട് അതിന്റെ കാരണം കണ്ടെത്തുക എന്നതായിരുന്നു ശ്രമകരമായ കാര്യം. സമാനമായ ലക്ഷണങ്ങളുള്ള എല്ലാ കുട്ടികളെയും ചിദ്വാരയിലെ സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് മധ്യപ്രദേശിൽ കൈക്കൊണ്ട ആദ്യ നടപടി.
വൃക്കരോഗികളായി മാറിയ 4 കുട്ടികളുടെയും വൃക്കകളുടെ ബയോപ്സി പരിശോധനയിൽ കണ്ടെത്തിയത് അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് എന്ന ഗുരുതരമായ വൃക്കരോഗമാണ് എന്നായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അപ്പോഴും അറിയില്ലായിരുന്നു. സെപ്റ്റംബർ 26 മാത്രമാണ് കഫ് സിറപ്പാണ് ഇതിന്റെ കാരണം എന്ന് കണ്ടെത്തിയത്. ചുമമരുന്നുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ മരണം സംഭവിച്ച ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ സമാനമായ രീതിയിൽ ഇതിനു മുൻപും ചുമമരുന്ന് വില്ലനാകുകയും മരണം സംഭവിക്കുകയും ചെയ്ത കാര്യങ്ങൾ കൂടി നമ്മളിവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. അതായത് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ചുമമരുന്ന് മരണമല്ല ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. 1998 ഇത്തരത്തിലുള്ള ആദ്യത്തെ അപകടം നടന്നത്. ചുമമരുന്ന് കഴിച്ച് 33 കുട്ടികളുടെ ജീവനാണ് അന്ന് അപഹരിക്കപ്പെട്ടത്. 2019 2020 സമാനമായ വിധത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. 2019 12 കുട്ടികളും 2020 17 കുട്ടികളും ചുമമരുന്ന് വിഷമരുന്നായപ്പോൾ അതുവഴി അകാല മൃത്യുവിന്റെ ഇരകളായി മാറുകയുണ്ടായി. എന്നാൽ 1998 മുൻപും ഇന്ത്യയിൽ ഇത്തരം ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ദ ട്രൂത്ത് പിൻ എന്ന പുസ്തകത്തിൽ ദിനേശ് താക്കൂർ പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം 1972 ഇന്ത്യയിൽ ചുമമരുന്നുമായി ബന്ധപ്പെട്ട് 5 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മദ്രാസിൽ അന്ന് കൊല്ലപ്പെട്ടത് 15 കുട്ടികളായിരുന്നു. 1986 14 പേരുടെ ജീവൻ അപഹരിച്ച സംഭവം നടന്നത് മുംബൈയിൽ ആയിരുന്നു. 1988 ബീഹാറിൽ 11 പേർ മരിച്ചു. 1998 ഗുഡ്ഗാവിൽ 33 കുട്ടികളും 2019 ഡിസംബറിൽ ജമ്മുവിൽ 11 കുട്ടികളും ചുമമരുന്ന് കഴിച്ചത് മൂലം മരണമടയുകയുണ്ടായി. മരുന്ന് കഴിച്ചിട്ടുണ്ടാകുന്ന കൂട്ടക്കൊലകൾ എങ്ങനെ തടയാം എന്നതിനെ കുറിച്ച് തങ്ങൾ നടത്തിയ പഠന റിപ്പോർട്ട് അന്നത്തെ ആരോഗ്യമന്ത്രിക്ക് നിവേദനമായി സമർപ്പിച്ചിരുന്നുവെന്നും അതേക്കുറിച്ച് പഠിക്കാൻ സുതാര്യവും സമയബന്ധിതവുമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദിനേശ് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ഇക്കാര്യത്തിൽ ആശാവഹമായ പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ വിഷയം പ്രതിപാദിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതുവാൻ താൻ തയ്യാറായത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും അതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതാണ് ഖേദകരമായ വസ്തുത. ഇന്ത്യയിലല്ലാതെ മറ്റൊരു രാജ്യത്തും ഇത് ആവർത്തിക്കപ്പെടുകയില്ല എന്നും ഇന്ത്യയുടെ മനസാക്ഷിയെ ഇതൊന്നും അലട്ടുന്നില്ല എന്നും പുസ്തകത്തിൽ ദിനേശ് കുറ്റപ്പെടുത്തുന്നു. എന്നാൽ കഫ് സിറപ്പ് മൂലമുള്ള ആദ്യത്തെ അപകടം നടന്നത് കാലഗണന വെച്ച് നോക്കുമ്പോൾ 1937 അമേരിക്കയിലാണ്. എലിക്സിർ സൾഫാനിലാമൈഡ് എന്ന മരുന്ന് കഴിച്ചത് മൂലം മുതിർന്നവരും കുട്ടികളും അടക്കം 100 പേരാണ് അന്ന് മരണമടഞ്ഞത്. 1990 ബംഗ്ലാദേശിലും ചുമമരുന്ന് ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായ മരണസംഖ്യ അറിയില്ല എങ്കിലും അതിൽ 100 കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നുവെന്നാണ് സൂചനകൾ. 1998 ഹെയ്ത്തിയിലും 2006 പനാമയിലും 2012 പാകിസ്ഥാനിലും ചുമമരുന്ന് ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹെയ്ത്തിയിൽ 80 കുട്ടികളാണ് മരണമടഞ്ഞത്. പക്ഷേ പനാമയിലെത്തിയപ്പോൾ സ്ഥിതിഗതികൾ മാറി. കൂട്ടമരണമാണ് അവിടെ സംഭവിച്ചത്. 365 പേർ ഒറ്റയടിക്ക് ഈ ലോകം വിട്ടുപോയി. പാകിസ്ഥാനിൽ ലാഹോറിലും ഗുജ്റൻവാലയിലുമാണ് കൂട്ടമരണം സംഭവിച്ചത്. ചുമ മാറാൻ മരുന്ന് കഴിച്ചതിന്റെ പേരിലായിരുന്നില്ല ഈ മരണങ്ങൾ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പലരും സ്ഥിരമായി മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവർ ആയിരുന്നു. ലഹരിക്ക് പകരമായി അന്ന് അവർ ഉപയോഗിച്ചത് അനിയന്ത്രിതമായ തോതിൽ കഫ് സിറപ്പ് ആയിരുന്നു. അതാകട്ടെ അവരുടെ ജീവൻ എടുക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ചുമമരുന്നുകൾ വിദേശങ്ങളിലേക്കും കയറ്റി അയക്കാറുണ്ട്. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിലേക്ക് കയറ്റി അയച്ച മരുന്ന് കഴിച്ച 70 കുട്ടികൾ മരണമടഞ്ഞ സംഭവം 2022 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ദുരന്തമായിരുന്നു ഗാംബിയയിൽ 70 കുട്ടികൾ ഇന്ത്യയിൽ നിന്നുള്ള ചുമമരുന്ന് കഴിച്ച് മരിച്ച പ്രസ്തുത സംഭവം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇന്തോനേഷ്യയിലും 2022 അവസാനിക്കുന്നതിന് മുൻപ് ഉസ്ബെക്കിസ്ഥാനിലും കഫ് സിറപ്പുകൾ മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2022 2023 ഇടയിൽ വിവിധ രാജ്യങ്ങളിലായി 300-ലേറെ കുട്ടികളാണ് കഫ് സിറപ്പ് ഉപയോഗിച്ചത് മൂലം മരണമടഞ്ഞത്. മുൻപ് പരാമർശിച്ചതുപോലെ ഗാംബിയയിൽ 70 പേരും ഉസ്ബെക്കിസ്ഥാനിൽ 18ഉം ഇന്തോനേഷ്യയിൽ 100 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗാംബിയയിൽ കുട്ടികൾ മരിച്ചതിനെ തുടർന്ന് അവിടേക്ക് മരുന്ന് കയറ്റി അയച്ചത് ഇന്ത്യയിൽ നിന്നായിരുന്നതിനാൽ ഡൽഹിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന മരുന്ന് ഫാക്ടറി അടച്ചുപൂട്ടിയിരുന്നു. സംസ്ഥാന ഫെഡറൽ അധികാരികളുടെ സംയുക്ത അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത് മരുന്ന് നിർമ്മാണത്തിൽ പാലിക്കേണ്ട 12 നിയമങ്ങളുടെ പരസ്യമായ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട് എന്നായിരുന്നു. വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളായ ഡൈ എത്തിലീൻ ഗ്ലൈക്കോളും എത്തിലീൻ ഗ്ലൈക്കോളും അസ്വീകാര്യമായ തോതിൽ മരുന്നിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടും കമ്പനി അതിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഇന്ത്യയുടെ ഫെഡറൽ ഡ്രഗ് റെഗുലേറ്റർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആരോപണങ്ങൾ എതിർക്കുകയുമാണ് ചെയ്തത് എന്നതാണ് ഇതിലെ ഏറ്റവും വിരോധാഭാസം നിറഞ്ഞ വസ്തുത. നിരവധി രാജ്യങ്ങളിലേക്ക് മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്ന $50 ബില്യൺ വിറ്റുവരവുള്ള ഒരു ബിസിനസ്സാണ് ഇന്ത്യയിലെ മരുന്ന് കച്ചവടം എന്ന് പറയുന്നത്.
എന്നാൽ ഇവയുടെ മേൽ ഗവൺമെന്റിന്റെ മേൽനോട്ടം വളരെ കുറവാണ് എന്നുള്ളതാണ് വാസ്തവം. ഇത് തന്നെയാണ് അപകടകരമായ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണമായിരിക്കുന്നതും. ഏത് രാജ്യത്തും ഏതെങ്കിലും കാരണത്താൽ ഒരു തവണ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചേക്കാമെങ്കിലും ഇന്ത്യയിലേതുപോലെ അവിടെ ഇത് തുടർക്കഥയാകാറില്ല. അത് ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകളും നിയമ ഭേദഗതികളും അവിടെ നടക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യക്ക് അതൊന്നും ബാധകമല്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. തുടക്കത്തിൽ പറഞ്ഞ സംഭവത്തിന് ഒരു തുടർക്കഥ കൂടിയുണ്ട്. നിതീഷിന്റെയും സമ്രാട്ടിനെയും ചികിത്സിച്ച ഡോക്ടർക്ക് സംഭവിച്ചത് കൂടി അറിയുമ്പോഴേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്ന് കഴിച്ചിട്ടാണ് തങ്ങളുടെ കുട്ടികൾ മരണമടഞ്ഞത് എന്ന ആരോപണവുമായി മാതാപിതാക്കൾ മുന്നിലെത്തിയപ്പോൾ മരുന്ന് സുരക്ഷിതമാണ് എന്ന് തെളിയിക്കുന്നതിനായി ഡോക്ടർ താരാചന്ദ് യോഗി കുട്ടികൾക്ക് നൽകിയ മരുന്ന് എടുത്തു കുടിച്ചു. അപകടം വരുത്തി വയ്ക്കുന്ന മരുന്നാണെങ്കിൽ ഡോക്ടർ അത് കുടിക്കുകയില്ലല്ലോ എന്ന് കരുതി മാതാപിതാക്കൾ തങ്ങളുടെ വിധിയുമായി സമരസപ്പെട്ട് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. പക്ഷേ പിന്നീടാണ് ട്വിസ്റ്റ് ഉണ്ടായത്. മരുന്ന് കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയ ഡോക്ടറെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഡോക്ടർക്ക് എന്ത് പറ്റിയെന്ന അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത് കാറിനുള്ളിൽ അബോധാവസ്ഥയിലായിരുന്നു. മരുന്ന് കഴിച്ചതിന്റെ അനന്തരഫലം. മരുന്ന് കമ്പനികളും ഡോക്ടേഴ്സും തമ്മിലുള്ള കൂട്ടുകെട്ട് പലപ്പോഴും അവിശുദ്ധമാണ് എന്നൊരു ആരോപണം നിലവിലുണ്ട്. ഉയർന്ന കമ്മീഷൻ കിട്ടാനായി മരുന്ന് കമ്പനികൾ പറയുന്ന ഏത് മരുന്നും ഗുണനിലവാരമോ ഉള്ളടക്കമോ നോക്കാതെ രോഗികളിൽ പരീക്ഷിക്കുന്ന നിരവധി ഡോക്ടർമാരുണ്ട്. ജീവന് തന്നെ വെല്ലുവിളി ഉയർത്തുകയും മനുഷ്യജീവൻ വെച്ച് പന്താടുകയുമാണ് അവർ ചെയ്യുന്നത്. തങ്ങളുടെ ആഡംബരത്തിനും സുഖ സൗകര്യങ്ങൾക്കും ധനസമ്പാദനത്തിനും വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇത്തരം ഡോക്ടേഴ്സ് തയ്യാറാകുമ്പോൾ ധാർമ്മികതയും മനുഷ്യജീവന്റെ മഹനീയതയും വിലയുമാണ് ഇവർ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പ്രധാന വസ്തുത. തങ്ങൾ കുറിക്കുന്ന മരുന്ന് വരുത്തി വയ്ക്കുന്ന ദോഷങ്ങളെ കുറിച്ച് ഡോക്ടർമാർ പോലും മനസ്സിലാക്കുന്നില്ല. അത് വ്യക്തമാക്കുന്നതാണല്ലോ ഡോക്ടർ താരാചന്ദിന് സംഭവിച്ച കാര്യം നമ്മളോട് പറയുന്നത്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ പലപ്പോഴും മരുന്നുകൾ വിപണിയിൽ എത്തിക്കുന്നതിന് മുൻപ് അവയുടെ ഉള്ളടക്കത്തിലുള്ളവ വരുത്തി വെക്കാവുന്ന അപകടങ്ങളെ കുറിച്ച് പഠിക്കുകയോ വിപണിയിൽ എത്തിക്കുന്നതിന് മുൻപ് മരുന്ന് കൃത്യമായ രീതിയിൽ പരീക്ഷണം നടത്തുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന പല പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിലവാരമില്ലാത്ത മരുന്നുകളുടെ വ്യാപനവും പ്രധാന പ്രശ്നമാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഇത് സംബന്ധിച്ച കണക്കുകൾ അല്ലെങ്കിൽ ഒരു ദേശീയ ഡാറ്റാബേസ് ഇല്ലാത്തത് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ ഗുജറാത്ത്, കേരളം, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരിശോധനാ ഫലം പറയുന്നത് 7500-ലധികം സാമ്പിളുകൾ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടിരുന്നവയായിരുന്നു എന്നാണ്. ദ ട്രൂത്ത് പിൻ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇത്. ഗുണനിലവാരമില്ലാത്ത ഈ മരുന്നുകളാണ് ഗുളികകളായും സിറപ്പുകളായും ഇഞ്ചക്ഷനുകളായും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ഭീകരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ലോകത്തിന്റെ ഫാർമസി എന്ന രീതിയിൽ ഇന്ത്യയെ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും അത് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ എത്രത്തോളം ഗുണനിലവാരം ഉള്ളതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും കയറ്റുമതി ചെയ്യുന്ന മരുന്നുകളുടെ കാര്യത്തിൽ അത് പ്രാവർത്തികമാക്കപ്പെടുന്നില്ല എന്നുമുള്ള ആരോപണങ്ങളും നിലവിലുണ്ട്. മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ആ നിയമങ്ങളെ മറികടന്നുള്ള പ്രവർത്തനങ്ങളാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ മേൽ നിയന്ത്രണമുണ്ടെങ്കിലും ചെറിയ നിർമ്മാതാക്കളെ നിയന്ത്രിക്കാനോ പിടികൂടാനോ നമ്മുടെ രാജ്യത്ത് സംവിധാനങ്ങൾ ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ചെറിയ നിർമ്മാതാക്കൾ കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് മരുന്ന് കടകളിൽ നേരിട്ട് എത്തിക്കുന്ന ഏർപ്പാടുള്ളതായും ആരോപണങ്ങളുണ്ട്. ഇത്തരക്കാരെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നത് ഒരു പോരായ്മയുമാണ്. 2035 ആകുമ്പോഴേക്കും ഇന്ത്യൻ കപ്പ് സിറപ്പ് വിപണി $743 മില്യൺ ആയി ഉയരുമെന്നാണ് മാർക്കറ്റ് റിസർച്ച് ഫ്യൂച്ചർ അവകാശപ്പെടുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കപ്പ് സിറപ്പുകളോടുള്ള ഇന്ത്യക്കാരുടെ പ്രിയം, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ചുമ വന്നാൽ കപ്പ് സിറപ്പ് നിർബന്ധമാണ് നമുക്ക്. അത് നിർദ്ദേശിക്കാൻ ഡോക്ടേഴ്സും മടിക്കാറില്ല. തൊണ്ടവേദനയ്ക്കും ചുമയ്ക്കുമായി നൽകുന്ന സിറപ്പുകൾ കഫം അയവുള്ളതാക്കുകയും സ്രവങ്ങൾ ഉണക്കുകയും ചുമ കുറയ്ക്കുകയും ചെയ്യാറുണ്ട്. അവ ഗുണമുള്ളവ തന്നെയാണ്. എന്നാൽ കഫ് സിറപ്പിനോടുള്ള അമിതമായ പ്രതിപത്തി അപകടം വരുത്തി വെക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. ചുമയെന്ന് കേട്ടാൽ ഇന്നും പലർക്കും പേടിയും അസ്വസ്ഥതയുമാണ്. പക്ഷേ കുട്ടികളിൽ ഉണ്ടാകുന്ന ചുമ കൂടുതലായും അണുബാധ മൂലം ഉള്ളതല്ല എന്നാണ് ഡോക്ടേഴ്സിന്റെ അഭിപ്രായം. അലർജിയും അന്തരീക്ഷത്തിലെ പൊടിയും കുട്ടികളിലെ ചുമയ്ക്ക് കാരണമാകാറുണ്ട്. ശ്വാസനാളം തുറക്കുന്ന ഇൻഹേലറുകളും നെബുലൈസറുകളുമാണ് ഇത്തരം ചുമയ്ക്ക് കൂടുതൽ നല്ല പ്രതിവിധി. എങ്കിലും പല ഡോക്ടർമാരും രോഗികളും പരിമിതവും താൽക്കാലികവുമായ ആശ്വാസം നൽകുന്ന കഫ് സിറപ്പുകളെയാണ് ആശ്രയിക്കുന്നത്. ഇൻഹേലറുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട പല തെറ്റിദ്ധാരണകൾ നിലവിലുള്ളതും കഫ് സിറപ്പ് ഉപയോഗം വർദ്ധിക്കാൻ കാരണമായി മാറുന്നുണ്ട്. ഇന്ത്യയിലെ പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന വായുമലിനീകരണം കുട്ടികളുടെ ചുമയ്ക്ക് പ്രധാന കാരണമാകുന്നുണ്ട്. പതിവായി ചുമ നീണ്ടു നിൽക്കുകയും
ആവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് അറിവുള്ള പരിഹാര മാർഗമെന്ന നിലയിലാണ് അവർ കഫ് സിറപ്പുകളെ ആശ്രയിക്കുന്നത്. ചിലപ്പോഴെങ്കിലും ഔപചാരികമായ മെഡിക്കൽ പരിശീലനം ഇല്ലാത്ത ഗ്രാമീണ മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ നിർദ്ദേശാനുസരണമോ അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ അറിവ് വെച്ചോ ആയിരിക്കും കഫ് സിറപ്പ് അവർ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ പൊതുജനാരോഗ്യ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനാലും ആരോഗ്യ കേന്ദ്രങ്ങൾ വളരെ അകലെയായതിനാലും സിറപ്പുകൾ അവരുടെ വിശ്വസനീയമായ ആശ്വാസ മാർഗങ്ങളാണ്. 2 ദിവസം കൊണ്ട് ചുമ മാറിയില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ നിലവിലുള്ള ഡോക്ടറെ മാറ്റി പുതിയ ഡോക്ടറെ കാണുന്നവരുമുണ്ട്. ചില കഫ് സിറപ്പുകൾ കഫം അലിയിക്കുമെങ്കിലും തീർത്തും കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് കഫം തുപ്പാൻ അറിയാത്തത് കൊണ്ട് ആ കഫം ശ്വാസകോശത്തിലേക്ക് കടന്ന് ന്യൂമോണിയയ്ക്ക് കാരണമായി മാറുകയും ചെയ്തേക്കാം. അതെന്തായാലും ഇന്ത്യയിൽ കഫ് സിറപ്പുകളെ സംബന്ധിച്ച് വ്യക്തമായ നയം ആവശ്യമാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ചുമമരുന്ന് കഴിച്ച് 20 കുട്ടികൾ മരിക്കാനിടയാക്കിയ മരുന്ന് ഉൽപ്പാദിപ്പിച്ച തമിഴ്നാട്ടിലെ ശ്രീശൻ ഫാർമ യൂണിറ്റുകളിൽ SIT നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. സിറപ്പിൽ 48.6% ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ അടങ്ങിയിട്ടുണ്ടത്രേ. ഡെക്ട്രോമെട്രോഫാൻ എന്ന ഘടകമാണ് ഇവിടെ ദുരന്തത്തിന് വഴിതെളിച്ചത്. വ്യാവസായിക മേഖലയിൽ ഉപയോഗിക്കുന്ന വിഷ രാസവസ്തുവാണ് ഇത്. ഇതാണ് കുട്ടികളിൽ വൃക്ക സംബന്ധമായ തകരാറുകൾ സൃഷ്ടിച്ചതും ഒടുവിൽ മരണത്തിന് സാഹചര്യം ഒരുക്കിയതും. എയർ കണ്ടീഷനുകൾ, ഫ്രിഡ്ജുകൾ, ഫ്രീസറുകൾ എന്നിവയ്ക്കുള്ള ആന്റി ഫ്രീസ് ലൈനുകളിൽ ഉപയോഗിക്കുന്ന വിഷമുള്ള വ്യാവസായിക രാസവസ്തുവാണ് ഡഗ് എന്ന് പറയുന്നത്. സുരക്ഷിതമായ മനുഷ്യ ഉപഭോഗത്തിനാവശ്യമായ പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ, ഗ്ലിസറിൻ തുടങ്ങിയ ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് ലായകങ്ങൾക്ക് പകരമാണ് ഡഗ്. വില കുറഞ്ഞതും ഗ്ലിസറിൻ പോലെ നിറമില്ലാത്തതും മധുരമുള്ളതുമായ ഒരു ലായകമാണ് ഇത്. ചെലവ് കുറയ്ക്കാനായിട്ടാണ് മരുന്ന് നിർമ്മാതാക്കൾ ഇത് ഉപയോഗിക്കുന്നത്. തങ്ങളുടെ ലാഭത്തിനു വേണ്ടി അനധികൃതമായും അളവിൽ കൂടുതലും ഡഗ് ഉപയോഗിച്ചപ്പോൾ നഷ്ടമായത് കുറെ നിഷ്കളങ്ക ബാല്യങ്ങളാണ്. മറ്റുള്ളവന്റെ നാശം കണ്ടിട്ടാണെങ്കിലും സാരമില്ല, തനിക്ക് ലാഭമുണ്ടാക്കണമെന്ന ഒറ്റ ചിന്തയിൽ ഇവർ ചെയ്തു കൂട്ടുന്ന തിന്മ പ്രവൃത്തികളെ പ്രതി ഇവർക്ക് എന്നെങ്കിലും മനസ്താപമോ തിരിച്ചറിവോ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. ഗ്ലിസറിൻ, പ്രൊപ്പലൈൻ, ഗ്ലൈക്കോഡുകൾ തുടങ്ങിയ ഘടകങ്ങൾ മരുന്നിൽ അടങ്ങിയിട്ടുണ്ട്. പൊതുവെ അവ അപകടകാരികളല്ല. എന്നാൽ ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ, എത്തിലീൻ ഗ്ലൈക്കോൾ, ഡെക്സ്ട്രോമെട്രോഫാൻ തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള മരുന്ന് അപകടകാരികളാണ്. ചുമമരുന്നിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ രാജസ്ഥാൻ സർക്കാർ പ്രസ്തുത സിറപ്പിന്റെ 22 ബാച്ചുകൾ വിലക്കുകയും മരുന്നിന്റെ വിതരണം മരവിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. കുട്ടികളുടെ മരണത്തെ തുടർന്ന് ശ്രീധർ ഫാർമ ഉടമ രംഗനാഥനെതിരെ പോലീസ് കേസ് എടുത്തിരുന്നു. മായം ചേർക്കൽ, കുറ്റകരമായ നരഹത്യ, കുട്ടികളുടെ സുരക്ഷ അപകടത്തിലാക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടത്. ഇതേ തുടർന്ന് ഒളിവിൽ പോയ രംഗനാഥനെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് 20,000 രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ 8-ാം തീയതി പുലർച്ചെ 1:30 മണിയോടെ ചെന്നൈയിൽ നിന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പുതിയ മരുന്നുകൾക്കും ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്കുമായി മരുന്നുകൾ ഇറക്കുമതി ചെയ്യുമ്പോഴും ഉൽപാദനവും വിതരണവും വിൽപ്പനയും നടത്തുമ്പോഴും അവയ്ക്ക് അനുവാദം നൽകുന്നതും ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതും അതാത് സംസ്ഥാനങ്ങളാണ്. ചുമമരുന്നുമായി ബന്ധപ്പെട്ട് മരണങ്ങൾ നടന്ന സാഹചര്യത്തിൽ ശ്രീശൻ ഫാർമയിൽ നിർമ്മിക്കുന്ന മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിലും നിരീക്ഷിക്കുന്നതിലും പരാജയപ്പെട്ട കാഞ്ചീപുരത്തെ 2 മുതിർന്ന ഡ്രഗ് ഇൻസ്പെക്ടർമാരെ തമിഴ്നാട് ആരോഗ്യ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലുടനീളമുള്ള മരുന്ന് നിർമ്മാണ സൗകര്യങ്ങളിൽ 3 വർഷത്തിലൊരിക്കൽ പരിശോധന നടത്തേണ്ട കേന്ദ്ര ഡ്രഗ് ഇൻസ്പെക്ടർമാർ തമിഴ്നാട്ടിൽ കഴിഞ്ഞ 6 വർഷമായി അത് നടത്തിയിട്ടില്ല എന്നും ഇതോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും സ്റ്റേറ്റ് ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനുകളുടെ മേൽനോട്ടത്തിലുമാണ് ഇന്ത്യയിൽ മരുന്നുകൾക്ക് ലൈസൻസ് നൽകുന്നത്. ഈ പ്രക്രിയയിൽ മരുന്നുകൾ സുരക്ഷിതവും ഫലപ്രദവും കർശനമായ ഗുണനിലവാര മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിർമ്മിക്കപ്പെടേണ്ടതുമാണ്. അങ്ങനെ നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അപേക്ഷകളും രേഖകളും സമർപ്പിക്കേണ്ടതും പരിശോധനകൾ നടത്തേണ്ടതും ആവശ്യവുമാണ്. 2011 സംസ്ഥാന സർക്കാരിൽ നിന്നും 2016 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും ലൈസൻസ് കിട്ടിയ കമ്പനി കൂടിയാണ് ശ്രേശൻ എന്ന് അറിയുമ്പോഴാണ് ഇവയ്ക്കെല്ലാം ഇടയിൽ സംഭവിക്കുന്ന പാളിച്ചകൾ പൊതുജനങ്ങളെ ഞെട്ടിച്ചു കളയുന്നത്. ഏതെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് അന്വേഷണം നടത്തുകയും അത് വാർത്തയാകുകയും ചെയ്യുന്നത് സാധാരണമാണ്. എന്നാൽ പിന്നീട് അതൊരിക്കലും മുന്നോട്ട് പോവുകയോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബോധപൂർവമായ നടപടികൾ കൈക്കൊള്ളുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ് ഭീകരമായ വസ്തുത. ഓളത്തിന് തള്ളിമറിക്കപ്പെട്ട ഇത്തരം എത്രയോ കേസുകൾ നമുക്ക് മുന്നിലുണ്ട്. അതിലൊന്നാകരുത് ഈ കേസും എന്നാണ് അധികാരികളോട് നമുക്ക് പറയുവാനുള്ളത്. മനുഷ്യജീവൻ നിസാരമായി പന്താടാനുള്ളതല്ല. ശ്രീശൻ ഫാർമയിൽ നിന്ന് ഇത്തരം മരുന്നുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടോ എന്ന് ലോകാരോഗ്യ സംഘടന ഇന്ത്യയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
മധ്യപ്രദേശിലും രാജസ്ഥാനിലും കുട്ടികൾ ചുമമരുന്ന് കഴിച്ച് മരിച്ച പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് ചുമമരുന്ന് നൽകുന്നത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയതും നാം അറിയേണ്ടതുണ്ട്. അത് മാത്രമല്ല, ലോകാരോഗ്യ സംഘടന ഇന്ത്യയിൽ നിന്നുള്ള കഫ് സിറപ്പുകൾ അതിനെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുകയും അതിന് മുന്നറിയിപ്പ് ലോകരാജ്യങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ അവസ്ഥയും നിലവാരവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിശുക്കളിലും 2 വയസ്സിന് താഴെയുമുള്ള കുട്ടികൾക്ക് ചുമമരുന്ന് നൽകുന്നത് ഒഴിവാക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിക്കവാറും ചുമയും ജലദോഷവും മരുന്ന് കൊടുക്കാതെയും ഭേദപ്പെടും എന്നതുകൊണ്ടാണിത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കുട്ടികൾക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് വാങ്ങി ചുമമരുന്ന് നൽകരുത്. ശ്വാസമുട്ടൽ ഉണ്ടാക്കുന്ന ബ്രോങ്കോസ്പാസം, അലർജിക് റൈനിറ്റിസ്, ആസ്മ, ശ്വാസകോശത്തിലേക്ക് വായു കൊണ്ടുപോകുന്ന ശ്വാസനാളങ്ങളെ ബാധിക്കുന്ന ബ്രോങ്കിയാക്ടാസിസ്, സിസ്റ്റിസ് ഫെബ്രോസിസ് തുടങ്ങിയ അസുഖങ്ങളുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന മരുന്നുകൾ ഏതൊക്കെയെന്ന് മാത്രമല്ല, എത്ര അളവിൽ കൊടുക്കണമെന്നും ഡോക്ടർമാർക്ക് ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ മാതാപിതാക്കളും മരുന്ന് കച്ചവടക്കാരും അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ ചുമമരുന്നുകൾ വിതരണം ചെയ്യാവൂ. മരുന്നുകൾ നൽകുമ്പോൾ അംഗീകൃത ഫാർമസിസ്റ്റിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ഗുണനിലവാരമുള്ള മരുന്ന് കമ്പനികളിൽ നിന്ന് മാത്രമേ മരുന്നുകൾ കടക്കാരും വാങ്ങാവൂ. കാലഹരണപ്പെട്ട കുറിപ്പടികളുടെയോ സൗഹൃദത്തിന്റെയോ അടിസ്ഥാനത്തിൽ മരുന്നുകൾ കൊടുക്കരുത്. കുട്ടികൾക്ക് ദോഷം ചെയ്യുന്ന മരുന്നുകൾ ഏതൊക്കെയാണ് എന്നും അവയുടെ ഉള്ളടക്കം എന്തായിരിക്കുമെന്നും ഫാർമസിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്. മാതാപിതാക്കൾക്കാണല്ലോ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും വേണ്ടത്. അതുകൊണ്ട് മാതാപിതാക്കളോടായും ഏതാനും കാര്യങ്ങൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഒരു വീട്ടിൽ 2 കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരാളുടെ മരുന്ന് മറ്റേ കുട്ടിക്ക് നൽകരുത്. ചിലപ്പോൾ 2 പേർക്കും ചുമയാകാം. എന്നാൽ 2 പേരുടെയും ചുമയുടെ കാരണം ഒന്നായിരിക്കണമെന്നില്ല. ചുമ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുമ്പോൾ ഒരാളുടെ ചുമയ്ക്കുള്ള മരുന്ന് മറ്റേയാൾക്ക് ഗുണകരമായിരിക്കണമെന്നില്ല. ഇനി ഒരേ കാരണം കൊണ്ട് തന്നെയാണ് എങ്കിലും അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം നൽകാനും പാടില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് പോലും ചിലപ്പോൾ മാതാപിതാക്കൾ അശ്രദ്ധ കൊണ്ട് കുട്ടികൾക്ക് നൽകാറുണ്ട്. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വീട്ടിൽ സൂക്ഷിക്കരുത്. അബദ്ധമോ മറവിയോ മൂലം അത് കുട്ടികൾക്ക് നൽകുകയും അതുവഴി അവരുടെ ജീവൻ വരെ അപകടത്തിലാവുകയും ചെയ്തേക്കാം എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്. ചുമ രോഗമല്ല, രോഗലക്ഷണം മാത്രമാണ്. രോഗലക്ഷണം എന്താണെന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. എന്ത് കാരണം കൊണ്ടുള്ള ചുമയാണ് കുട്ടിക്കുള്ളത് എന്ന് കണ്ടെത്തി രോഗം മനസ്സിലാക്കി ചികിത്സിക്കുക. ഊഹാഭോഗം വെച്ച് മരുന്ന് നൽകാതിരിക്കുക. 2 ആഴ്ചയ്ക്കുള്ളിലും ചുമ മാറുന്നില്ല എങ്കിൽ മാത്രമേ ആ ചുമയെ ഗൗരവത്തിൽ എടുക്കേണ്ടതുള്ളൂ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇനി 2 ആഴ്ച വരെ കാത്തിരിക്കാൻ സ്നേഹനിധികളായ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ സാരമില്ല. കുട്ടിയെ ഒരു ശിശുരോഗ വിദഗ്ധനെ കാണിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം മാത്രം മരുന്നുകൾ കൊടുക്കുക. നമ്മുടെ അറിവില്ലായ്മയും അബദ്ധവും മൂലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപകടം സംഭവിക്കാതിരിക്കട്ടെ.